നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 7, 8 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 6 രാത്രി 8:06 PM മുതൽ ജൂൺ 9 രാവിലെ 8:50 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 2 രാശിമാറ്റമുണ്ട്. ബുധനും ചൊവ്വയും രാശി മാറുന്നു. ബുധൻ മിഥുനം രാശിയിലേക്ക് ഭദ്രയോഗത്തോടുകൂടി സ്വക്ഷേത്രത്തിൽ വരുന്നു. ചൊവ്വ ചിങ്ങം രാശിയിൽ, അതായത് മിത്ര രാശിയിൽ 7 തീയതി വെളുപ്പിന് 1:52 AM ചൊവ്വ ചിങ്ങം രാശിയിൽ വരുന്നു. ബുധൻ ജൂൺ 6 രാവിലെ 9 AM മുതലാണ് ഇത് രാശി മാറുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയും. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ തന്നെ ഒരു 1-2% ഫലപ്രാപ്തി കുറയും. പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇവിടെ ചൊവ്വ മിത്ര രാശിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ചൊവ്വ തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു വലിയൊരു അളവ് വരെ പരിപൂർണതയുണ്ടാവും. അതുപോലെ തന്നെ ബുധൻ ഭദ്രയോഗത്തോടുകൂടി വ്യാഴത്തിനൊപ്പം മിഥുനം രാശിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ബുധന് പരമാവധി അനുഗ്രഹങ്ങൾ കൊടുക്കാൻ കഴിയും. നമുക്ക് ആദ്യം മേടം രാശിയെ നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവിടെ ചൊവ്വ ഇവർക്ക് പ്രതികൂലമായിരുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു. അപ്പോൾ ശരിക്കും ഡയറക്റ്റായിട്ട് ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടും, വർദ്ധിക്കും. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. ശനി പക്ഷേ 7 ശനിയുടെ തുടക്കമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശനിക്ക് പ്രത്യേകമായിട്ട് വഴിപാടുകൾ നടത്തുക. അതുപോലെ ശിവനും അയ്യപ്പനും ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പ്രധാനമായിട്ടും പറയുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സർപ്പം അഥവാ രാഹു ഉണ്ട്. അപ്പോൾ അത് പൂർവികരുടെ അനുഗ്രഹം കൊണ്ടുവരും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കും. കൂടാതെ ശുക്രനും ഇവിടെ അനുകൂലമാണ്. ശുക്രൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദേഹസുഖം, മനസ്സുഖം ഒക്കെ ഉണ്ടാവും. ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറിത്തുടങ്ങും. ചന്ദ്രൻ അനുകൂലമാണ്. 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ മെച്ചപ്പെട്ട ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും ശനിയാഴ്ച നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ നടത്തുക. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശി. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്.
എങ്കിലും ഇവർക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ചൊവ്വയും സൂര്യനും പ്രതികൂലമായതിനാൽ, ഡയറക്റ്റായിട്ട് പ്രതികൂലമായതിനാൽ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അത് മറികടക്കാൻ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ബുധനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബൗദ്ധിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ധനവരവുണ്ടാവും, അല്പം മെച്ചപ്പെട്ട ധനവരവുണ്ടാവും. പിന്നെ ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ്. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. പിന്നെ ശുക്രനും വ്യാഴവും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബുധനും ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ സുദൃഢമാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ബുധൻ, വ്യാഴം, ശനി ഇവർക്ക് 9ാം ഭാവത്തിലാണ്. എങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. പിന്നെ സൂര്യൻ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്തുമാണ്. അപ്പോൾ ഇവർ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശനിയാഴ്ച ശിവനും അയ്യപ്പനും ശനിക്കും, അതുപോലെ തന്നെ സൂര്യൻ പ്രതികൂലമായതിനാൽ ഞായറാഴ്ചയും നമ്മൾ ശിവക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ട് ഉള്ള മാറ്റം എന്ന് പറയുന്നത് ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു 3ാം ഭാവത്തിൽ. അപ്പോൾ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മറികടക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. ശുക്രൻ അനുകൂലമാണ്, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള സമയമാണ്. സൂര്യൻ മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത്. ബുധൻ പ്രതികൂലമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ വ്യാഴം, അതുപോലെ തന്നെ സർപ്പം, ഏത് അഷ്ടമത്തിലാണ് സർപ്പം നിൽക്കുന്നത്, രാഹു നിൽക്കുന്നത്. അപ്പോൾ അത് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതുപോലെ ശനിയാഴ്ചയും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് അല്പം ദോഷകരമായ ദിവസങ്ങളാണ്. ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ
കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ദാനധർമാദികൾ ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷാധിക്യത്തിൽ നിന്ന് ഇവർക്ക് മറികടക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്ര ആദ്യപാദം, ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. എങ്കിലും ശനി ഇവിടെ അഷ്ടമത്തിൽ വരുന്നു, ചൊവ്വ ജന്മത്തിലും വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് പോലും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേതുവും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും വഴിപാടുകൾ ദർശനം നടത്തുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ബുധനും വ്യാഴവും വന്നേക്കുന്നത്. അപ്പോൾ ബൗദ്ധിക മേഖല കേന്ദ്രീകരിച്ച് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും, സർവ്വവിധ സൗഭാഗ്യമൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ മുടക്കാൻ പാടില്ല. സൂര്യൻ കർമ്മഭാവത്തിൽ നിൽക്കുന്നു, അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. എങ്കിലും ഇവർ നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം ഒഴിവാക്കാൻ പാടില്ല. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രം ആണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് ആണെങ്കിലും ഇവിടെ ചൊവ്വ പ്രതികൂലമായിട്ട് വരുന്നു, ശനിയും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ഇവർക്ക് ശുക്രനും ബുധനുമൊക്കെ അനുകൂലമാണ്. എങ്കിലും ഈ ശനിയുടെയും ചൊവ്വയുടെയും പ്രതികൂലാവസ്ഥ മറികടക്കാൻ ക്ഷേത്ര ദർശനം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. സർപ്പം അഥവാ രാഹു 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ ഒരു കൈ നോക്കാവുന്നതാണ്. പക്ഷേ ക്ഷേത്ര ദർശനം ഒഴിവാക്കാൻ പാടില്ല. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവിടെ ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട്. മിത്രരാശിയിൽ നിൽക്കുന്ന ചൊവ്വ പരമാവധി അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകും. എങ്കിലും സൂര്യൻ അഷ്ടമത്തിൽ പ്രതികൂലമായി തുടരുന്നു. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് ഈ 6 ഗ്രഹങ്ങൾ അനുകൂലമായതുകൊണ്ട് അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചൊവ്വ അനുകൂലമാണ്. അതുപോലെ തന്നെ ശനിയും അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, അതായത് ഏർപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയിലും പ്രതീക്ഷ ഇവർക്ക് വെച്ച് പുലർത്താവുന്നതാണ്. അതുപോലെ ചൊവ്വ വഴി നമുക്ക് നിയമപ്രശ്നങ്ങളെ നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. ചൊവ്വ അനുകൂലമായതിനാൽ ഏകദേശം 45 ദിവസം ചൊവ്വ ചിങ്ങം രാശിയിൽ മിത്രരാശിയിൽ തുടരും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. രാഷ്ട്രീയ പൊതു രംഗങ്ങളിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാവും. കാരണം ചൊവ്വ മാത്രമല്ല ശനിയും വ്യാഴവും ഒക്കെ ഇവർക്ക് അനുകൂലമാണ്.
പിന്നെ സർപ്പം രാഹു അനുകൂലമാണ്, കേതു അനുകൂലമാണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹമുണ്ട്. ഇവിടെ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, പൊതുവെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ചിലവയാണ് ഇത്. എങ്കിലും സൂര്യൻ നമ്മൾ അഷ്ടമത്തിൽ അത്യധികം ദോഷാധിക്യമുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എങ്കിലും അതൊക്കെ മറികടക്കാൻ പറ്റും. പക്ഷേ ഞായറാഴ്ച നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ പൊതുവെ നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശനിയാഴ്ച നിർബന്ധമായിട്ടും ശിവനും അയ്യപ്പനും അതുപോലെ ശനിക്കും വഴിപാടുകൾ നടത്തുന്നത് ശ്രേയസ്കരമാണ്. ശനിയുടെ ഗുണഫലങ്ങൾ കൂടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. കർമ്മഭാവത്തിൽ നമുക്കിവിടെ ചൊവ്വ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, ബുധനും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വ്യാഴവും ചന്ദ്രനും പ്രതികൂലമാണ്. അത് ക്ഷേത്രദർശനം കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റും. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ബുധനും ചൊവ്വയും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഏകദേശം 5 ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം എന്നുള്ള ഫലം പറയുന്നത്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ശനി മാത്രമാണ് ഇപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറിയുകൊണ്ട് ആ അഷ്ടമത്തിലെ ചൊവ്വ എന്നുള്ള ആ ദോഷം മാറി. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ചൊവ്വ ഫലം തരുന്നുള്ളൂ. ഇവിടെ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ പ്രധാനം വ്യാഴമാണ്. 7ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു. ദാമ്പത്യ സുഖം, ബന്ധങ്ങൾ, അതായത് ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും. അതുപോലെ തന്നെ സൂര്യൻ ഇവർക്ക് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇടവമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ രാഹു അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക, വ്രതമെടുത്ത് ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രനും അനുകൂലമാണ്. ഓക്കെ, ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. എങ്കിലും ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. അതുപോലെ ചൊവ്വയും പ്രതികൂലമാണ്. ചൊവ്വ അഷ്ടമത്തിലേക്ക് മാറി. അപ്പോൾ ചൊവ്വാഴ്ച നിർബന്ധമായിട്ടും വ്രതമെടുത്ത് മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് 3ാം ഭാവത്തിൽ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഇവർക്കൊരു വിജയസാധ്യത ഉണ്ട്. എങ്കിലും ചൊവ്വയും വ്യാഴവും പ്രതികൂലമായത് നമ്മൾ ക്ഷേത്രദർശനം വഴി മറികടക്കാൻ നമുക്ക് പറ്റും. അത് ചെയ്യുക.
അതുപോലെ തന്നെ ശനിയാഴ്ച തീർച്ചയായിട്ടും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തിയാൽ ശനിയുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ സാഹചര്യം ഒരുക്കും. പിന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്, ബുധൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതേസമയം ചൊവ്വ കൂടുതൽ പ്രതികൂലമായി. ഇവർക്ക് ബുധൻ അനുകൂലമാണ്, അതുപോലെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വ ഇവിടെ പുതുതായിട്ട് പ്രതികൂലമായിട്ട് വന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാവും. അത് വിവേകപൂർവം അത് മറികടക്കാൻ ശ്രമിക്കുക. കൂടാതെ സർപ്പവും ശനിയും പ്രതികൂലമായിട്ട് തുടരുന്നു. ജന്മരാഹു, 7 ശനി ഒക്കെയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. എങ്കിലും ശുക്രനും വ്യാഴവും അനുകൂലമാണ്. ഇവർക്ക് ബന്ധങ്ങൾ, അതായത് അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും അത് സുദൃഢമാവാനും ഊഷ്മളമാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇവർ ശനിയാഴ്ച അതുപോലെ തന്നെ ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്, അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയുന്നു, എങ്കിലും അല്പം ഗുണാധിക്യം ഉള്ള ദിവസവുമാണ്. കാരണം ഇവിടെ ചൊവ്വ പുതുതായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6ാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ ഈ ശിഖി നിൽക്കുന്നു. അപ്പോൾ അത് നേട്ടമാണ്. പിന്നെ 4ാം ഭാവത്തിലുള്ള ചൊവ്വ 5ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ ചൊവ്വയുടെ ആ പ്രതികൂലാവസ്ഥ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറിയിട്ടുണ്ട്. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 3ാം ഭാവത്തിൽ സൂര്യനുണ്ട്. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ബുധൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ അതുപോലെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം. അത് ഇടവമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. എങ്കിലും ഇവർക്ക് ശനി ജന്മശനിയാണ്. 12ാം ഭാവത്തിൽ സർപ്പവും, അതിൻ്റെ കൂടെ ഇവിടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർ തിങ്കളാഴ്ച ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ ദിവസവും ദർശനം നടത്തുക. മീനം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 7, 6, 2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 9, 6, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 8, 6, 2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 7, 8 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. 7, 8 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 7-ാം തീയതി 12 PM, ഉച്ചയ്ക്ക് 12 PM മുതൽ ഉച്ചയ്ക്ക് 12:50 PM വരെയാണ്
അഭിജിത്ത് മുഹൂർത്തം 7-ാം തീയതി. 8-ാം തീയതി 12 PM മുതൽ ഉച്ചയ്ക്ക് 12 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെയാണ് 8-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 7-ാം തീയതി രാവിലെ 9:16 AM മുതൽ രാവിലെ 10:51 AM വരെ 7-ാം തീയതി രാഹുകാലമാണ്. 8-ാം തീയതി വൈകിട്ട് 5:10 PM മുതൽ വൈകിട്ട് 6:44 PM വരെ രാഹുകാലമാണ് 8-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 7-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 8-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.